കൊൽക്കത്തയിൽ നടത്തിവന്ന ധർണ അവസാനിപ്പിച്ച് മമതാ ബാനർജി പിന്മാറി. ധർണ ജനാധിപത്യ വിജയമെന്നും കോടതിയിൽ നിന്ന് ലഭിച്ചത് അനുകൂല ഉത്തരവെന്നും മമതാ ബാനർജി. വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, മമതാ ബാനർജി ധർണ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടി. 42 മണിക്കൂറിന് ശേഷം മമതാ ബാനർജി ഇപ്പോൾ ധർണ സമാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച 6:30 കൊൽക്കത്ത പോലീസ് കമ്മീഷന്റെ ബസ്തിയിലേക്ക് CBI എത്തിയതും നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയതും തൊട്ടടുത്ത് തന്നെ മമതാ ബാനർജി സത്യാഗ്രഹം ആരംഭിച്ചു. ഇപ്പോൾ കൃത്യം 48 മണിക്കൂർ തികയുമ്പോഴേക്കും മമതാ ബാനർജി തന്റെ സത്യാഗ്രഹം പിൻവലിച്ചു. അതേ സത്യാഗ്രഹം പിൻവലിക്കുന്ന വേദിയിൽ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ഉണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ചാണ് പിൻവലിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത്. മമതാ ബാനർജി കാര്യത്തിൽ അറിയിച്ചത് ധാർമ്മികമായി താൻ വിജയിച്ചിരിക്കുന്നു. ഈ നരേന്ദ്രമോദിയുടെ അട്രോസിറ്റി തുറന്നു കാണിക്കാൻ തന്റെ ഈ സത്യാഗ്രഹം കൊണ്ട് കഴിഞ്ഞു. കർണാടകയിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ, ദേവഗൌഡ അടക്കമുള്ളവർ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നരേന്ദ്രമോദിക്കെതിരെ രംഗത്തെത്തി. ജനാധിപത്യ സംവിധാനങ്ങളെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും രക്ഷിക്കാനാണ് ഈ സമരം നടത്തിയത്. ആ സമരം ലക്ഷ്യത്തിലെത്തിയ സാഹചര്യത്തിൽ ഈ ധർണ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ സമരം തീരുന്നില്ല. അടുത്ത ആഴ്ച തന്നെ ഞാൻ ഡൽഹിക്ക് പോവുകയാണ് എന്നും മമതാ ബാനർജി പ്രഖ്യാപിച്ചു. ചന്ദ്രബാബു നായിഡു ഇതിന് പിന്തുണയുമായി സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് ദേശീയഗാനം ആലപിച്ചുകൊണ്ട് ഈ സത്യാഗ്രഹ പന്തലിൽ വെച്ച് സമരം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കും. എന്തായാലും വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് മമതാ ബാനർജി ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയും ഈ സമരം പിൻവലിക്കാൻ കാരണമായി. പക്ഷെ അപ്പോഴും ഇത് തന്റെ വിജയമാണെന്നും കമ്മീഷനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞതും വിജയമായിട്ടാണ് മമതാ ബാനർജി ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ പോലീസ് കമ്മീഷണർക്കെതിരെയുള്ള അച്ചടക്ക നടപടികളൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനി എത്രത്തോളം മുന്നോട്ട് പോകുക, ഈ കേസുമായി ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക എന്നറിയണം. എന്തായാലും മമതാ ബാനർജിയുടെ ലക്ഷ്യം പ്രതിപക്ഷ നിരയിൽ മുൻനിരയിൽ എത്തുക എന്നത് തന്നെയായിരുന്നു. അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചു. അതുകൊണ്ടാണ് ഈ സമരം ഇപ്പോൾ ധർണ എന്തായാലും പിൻവലിക്കുന്ന. അടുത്ത വെള്ളിയാഴ്ച വരെ ധർണ നീട്ടിക്കൊണ്ടു പോകും എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഏകദേശം 20ഓളം പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ചയ്ക്ക് ശേഷം ധർണ പിൻവലിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, സന്തോഷ് സലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊൽക്കത്തയിൽ നടത്തിവന്ന ധർണ മമതാ ബാനർജി അവസാനിപ്പിച്ചു. ധർണ ജനാധിപത്യ വിജയമെന്നും കോടതിയിൽ നിന്ന് ലഭിച്ചത് അനുകൂല ഉത്തരവെന്നും മമതാ ബാനർജി വ്യക്തമാക്കി. വിവരങ്ങളാണ് സന്തോഷ് സലിംഗ് നൽകിയത്. CBI അന്വേഷണത്തിൽ നിന്നും കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ രക്ഷിക്കാൻ മമതാ ബാനർജി നടത്തിയ നീക്കത്തിന് തിരിച്ചടി. കേസിൽ രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. നിഷ്പക്ഷ സ്ഥലമെന്ന നിലയിൽ ഷില്ലോങ്ങിലാകും ചോദ്യം ചെയ്യൽ. അതേസമയം കോടതിയലക്ഷ്യ ഹർജികളിൽ ബംഗാൾ ചീഫ് സെക്രട്ടറി, DGP രാജീവ് കുമാർ എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. CBI അന്വേഷണത്തിൽ നിന്നും കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ രക്ഷിക്കാൻ മമതാ ബാനർജി നടത്തിയ നീക്കമാണ് തിരിച്ചടിയിൽ അവസാനിച്ചത്. രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ചോദ്യം ചെയ്യൽ ഷില്ലോങ്ങിൽ വേണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പേരിൽ അറസ്റ്റോ ബലപ്രയോഗമോ പാടില്ലെന്നും കോടതി പറഞ്ഞു. ബംഗാളിൽ ക്രമസമാധാനം തകർന്നു. കേന്ദ്ര പോലീസിനെ സംസ്ഥാന പോലീസ് ആക്രമിച്ചു. രാജീവ് കുമാർ പ്രധാന തെളിവുകൾ പ്രതികൾക്ക് തിരിച്ചു നൽകി. പിടിച്ചെടുത്ത ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ല. കോൾ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്തുവെന്നും CBIക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ വാദിച്ചു. കേസിൽ രാജീവ് കുമാർ പ്രതിയല്ല, അന്വേഷണം നടത്തുക മാത്രമാണ് ചെയ്തത്. ഇതിന്റെ പേരിൽ നിരവധി നോട്ടീസുകൾ അയച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നു. കേസിൽ CBIക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നിരിക്കെയാണ് CBI നാടകീയ നീക്കങ്ങൾ നടത്തിയത് എന്ന് ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വിയും വാദിച്ചു. അതേസമയം കോടതിയലക്ഷ്യ ഹർജിയിൽ ബംഗാൾ ചീഫ് സെക്രട്ടറി, DGP രാജീവ് കുമാർ എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഫെബ്രുവരി 18-നകം മറുപടി നൽകണം. മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ധാർമ്മിക വിജയം തങ്ങൾക്കാണെന്നായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം. I think it's a moral victory. Why it's a victory? We said we have a great respect for the judiciary and the media and all the institution. Number one, this order was passed earlier also, that they can talk mutually in a mutual place. They can cooperate each other. Same today also the same thing, same verdict. We are grateful to that. Number two, yes, Rajiv Kumar never said that I will not be available. He said letters. He has given 5 letters. He said we want to meet a mutual place.
If you want to ask any clarification, you can come. We can sit there. But what they have started doing, they wanted to arrest him. They went to his house with secret operation Sunday without any notice. That court said no coercion effect, no arrest. We are so grateful. We are so obliged because it will strengthen the moral of the officials. ജുഡീഷ്യറിയെയും മറ്റ് സ്ഥാപനങ്ങളെയും ബഹുമാനിക്കുന്നതായും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്രവും പശ്ചിമ ബംഗാളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അപൂർവവും നാണക്കേടുമാകുന്ന ഭരണഘടനാ പ്രതിസന്ധിയാണ് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റുമുട്ടുന്നതിനപ്പുറം കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ പരസ്പരം കേസെടുക്കുന്നതും അപൂർവ സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയുടെ നേതൃത്വമാണ് മമതയുടെ ലക്ഷ്യം. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പോലും മമതയ്ക്ക് പിന്നിൽ അണിനിരക്കേണ്ട അവസ്ഥയിലായി. മോദി മമത നാടകമെന്ന നിലപാടിലാണ് ഇടതുപക്ഷം. 2013 മമതയ്ക്ക് നേരെ അഴിമതിയുടെ വിരൽ ചൂണ്ടിയ കേസാണ് ശാരദ റോസ് വാലി ചിട്ടിതട്ടിപ്പുകൾ. 2014 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, BJP, ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷ നിര ബംഗാൾ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്കെതിരെ ചിട്ടിതട്ടിപ്പ് പ്രചാരണ വിഷയമാക്കി. എന്നാൽ 5 വർഷം വരെ കേസ് മൂടിവെച്ച BJP 2019 തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ നടപടികൾ ആരംഭിച്ചത് മമത ഇപ്പോൾ രാഷ്ട്രീയ നേട്ടമാക്കുകയും ചെയ്തിരിക്കുന്നു. മമതയ്ക്കെതിരെ ചിട്ടിതട്ടിപ്പ് കേസ് ഉയർത്തിയ കോൺഗ്രസ് പോലും അവരെ പിന്തുണയ്ക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചിട്ടിതട്ടിപ്പ് ഉന്നയിക്കാൻ പോലും ആകില്ല. CBIക്കെതിരെ മമതയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് രാഹുലിന്റെ ഉറപ്പ്. BSP, RJD, JDU തുടങ്ങി ബംഗാളിൽ 1-2 സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടികൾ പോലും മമതയുടെ നിഴലിലായി. അഴിമതി ആരോപണത്തെ വഴിമാറ്റിയ മമത പ്രതിപക്ഷ നിരയുടെ നേതൃസ്ഥാനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന മുന്നണിക്ക് മുന്നിൽ സ്വയം പ്രതിഷ്ഠിക്കുന്ന മമത ഭീഷണിയാണെന്ന് കോൺഗ്രസ് വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മമതയുടെ സത്യാഗ്രഹ പന്തലിൽ നിന്നും മാറി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട പ്രതിപക്ഷം ബംഗാൾ വിഷയം മനഃപൂർവ്വം മാറ്റി നിർത്തി. നിലവിൽ മമതയെ അംഗീകരിക്കാനോ തള്ളാനോ കഴിയാത്ത അവസ്ഥയിലായി പ്രതിപക്ഷ നിര. അതേസമയം ബംഗാളിലെ നിത്യശത്രുവായ മമതാ ബാനർജിയുടെ നീക്കം സൂക്ഷ്മതയോടെയാണ് ഇടതുപക്ഷം നോക്കിക്കാണുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തെ മോദിയുടെ നീക്കവും മമത നടത്തുന്ന രാഷ്ട്രീയ നീക്കവും ഇരുവരും തമ്മിലുള്ള നാടകമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടുന്നു. I think both BJP and the Trinamool Congress have been put in their place. Since it's a multi-state investigation, the CBI was asked in 2014 and it's taken 5 long years for the Modi government to proceed on this. It's itself a testimony to the fact that both of them have been sharing the spoils of this loot. കേന്ദ്രവും പശ്ചിമ ബംഗാളും ഏറ്റുമുട്ടുമ്പോൾ ആത്യന്തികമായി തകരുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അന്വേഷണവും പരിശോധനയും നിയമത്തിന്റെ വഴിക്ക് വിടാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾക്ക് പോലും കഴിയുന്നില്ല. ഒരുമിക്കാൻ ഒരു വിഷയം തേടിയ പ്രതിപക്ഷത്തിന് മമത പിടിവള്ളിയായെങ്കിലും തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അഴിമതിക്കെതിരായ പോരാട്ടം മമതയെ ഒപ്പം കൂട്ടി കഴിയില്ല. അതേസമയം BJP ആകട്ടെ CBI ഉപയോഗിച്ച് പ്രതിപക്ഷ നിരയെ വേട്ടയാടുന്നത് തുടരുന്നു. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ CBIക്ക് മുന്നിൽ ഹാജരാകണമെന്ന സുപ്രീം കോടതി വിധി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും BJPക്കും ഒരുപോലെ തിരിച്ചടിയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. അഴിമതി നിറഞ്ഞതാണ് രണ്ട് പാർട്ടികളും. ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ ചോദ്യം ചെയ്യണമെന്നും പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. അന്വേഷണത്തിനായി 5 വർഷം എന്തിനാണ് BJP കാത്തിരുന്നത്? ഇക്കാലയളവിൽ അഴിമതിയിൽ ഉൾപ്പെട്ട പല പ്രമുഖ നേതാക്കളും BJPയിലേക്ക് ചേക്കേറുകയും ചെയ്തു. തട്ടിപ്പിന്റെ ലാഭം BJPയും തൃണമൂലും പങ്കിട്ടുവെന്നത് ഇതിലൂടെ വ്യക്തമാണെന്നും യെച്ചൂരി പറഞ്ഞു. CBIക്ക് മുൻപിൽ കൊൽക്കത്ത കമ്മീഷണർ ഹാജരാകണമെന്ന സുപ്രീം കോടതി വിധി അന്വേഷണത്തിന്റെ ഭാഗമെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണം. മമതയും BJPയും ചേർന്ന് രാഷ്ട്രീയ ഫുട്ബോളാണ് കളിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് കണ്ണൂരിൽ പറഞ്ഞു. We want the investigation to proceed. This is not to be a full political football between Modi and Mamta. Modi government also has not been seriously pursuing this investigation, because some of the Trinamool leaders joined the BJP. Mukul Roy is one of those who was targeted by the CBI investigation. After he joined the BJP, they have stopped investigating him. Hemanta Biswa Sarma, Assam, he was also being investigated. He has become BJP leader now. So they are not pursuing the investigation.
So we want the investigation to go on smoothly. But CBI should also act in a manner. It can't act in authoritarian fashion. It cannot bypass the state government. Modi government should not use this as a political weapon. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര ബജറ്റിൽ നിന്നുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. AKG പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ നേട്ടങ്ങൾ എടുത്തുപറഞ്ഞും കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്രമായ പുനർനിർമ്മാണമാണ് ബഡ്ജറ്റ് കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാമൂഹ്യ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാതിരിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിനെ അധികരിച്ച് AKG പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വികസനത്തിന് അനുയോജ്യമായ ഒരു ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ കാണേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് അവതരിപ്പിച്ച ശേഷമാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ഈ 4.25 വർഷവും ജനവിരുദ്ധമായ നയങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കി ഇപ്പോൾ ചില പുതിയ വാഗ്ദാനങ്ങൾ നൽകുക എന്ന നിലയാണ് കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. LDF കൺവീനർ A. വിജയരാഘവൻ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ, പ്ലാനിംഗ് ബോർഡ് അംഗം KN ഹരിലാൽ, CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എംപാനൽ ജീവനക്കാരുടെ സമരം തുടരും. ജീവനക്കാരും ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. അതേസമയം സർക്കാരിന്റേത് അനുഭാവപൂർവമായ നിലപാടാണെന്നും സമരസമിതി വ്യക്തമാക്കി. അപ്പോൾ ഗവൺമെൻറ് വളരെ അനുഭാവപൂർവ്വം ഇതിൽ ചില നിയമപ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ നിയമപ്രശ്നങ്ങളോടെ പരിഹരിച്ച് ഞങ്ങളെ എല്ലാവരെയും തിരിച്ചെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അതിൽ ചെറിയ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ അന്വേഷിക്കേണ്ടതുള്ളതുകൊണ്ട് ചർച്ച വളരെ ആശാവഹമാണ്. താൽക്കാലിക ജീവനക്കാരെ സംബന്ധിച്ചോളം വളരെ ആശാവഹമായ ചർച്ചയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഗവൺമെൻറ് വളരെ അനുഭാവപൂർവ്വം ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പറയാനുള്ളത്. ജോലിയില്ലാതെ ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സമരത്ത് മുഖത്തുനിന്ന് പിന്തിരിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ജോലി തിരിച്ച് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം ഈ സമരം ഞങ്ങൾ തുടർന്നു പോവുകയാണ്. പ്രളയസമയത്ത് വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വിമാന വാടക അടക്കമുള്ള തുകയുടെ ബില്ല് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകി. 102.6 കോടി രൂപ വരുന്ന ബില്ലാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത്. നാവികസേനയുടെ ബില്ലും തയ്യാറാകുന്നതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. ഓഗസ്റ്റിൽ കേരളത്തെ തകർത്ത പ്രളയത്തിൽ സഹായിച്ചതിന് കണക്ക് പറയുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വ്യോമസേനയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതിന് 102.6 കോടി രൂപ വേണമെന്ന് കേന്ദ്രം. ഇതിന്റെ ബിൽ വ്യോമസേന കേരളത്തിന് നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സുഭാഷ് ബംറ രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. വിശദമായ വിവരങ്ങളും ബില്ലിലുണ്ട്. പ്രളയസമയത്ത് 517 തവണ വ്യോമസേന വിമാനങ്ങൾ ഉയർന്നു പൊങ്ങി. 3787 പേരെ രക്ഷിച്ചു. 1350 ടൺ വിതരണം ചെയ്തു. ഹെലികോപ്റ്ററിന്റെ കണക്കുമുണ്ട്. 634 തവണയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. 584 പേരെ രക്ഷിക്കുകയും 247 ടൺ സാധനങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവുകയും ചെയ്തു. ജീവൻ രക്ഷിച്ച അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിനാണ് ബിൽ. ആർമിയും നാവികസേനയും സമാനമായ ബില്ലുകൾ തയ്യാറാക്കുന്നതായും ആഭ്യന്തര സഹമന്ത്രി വ്യക്തമാക്കി. നേരത്തെ പ്രളയസമയത്ത് നൽകിയ അരിക്കും മണ്ണെണ്ണയ്ക്കും കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം കണക്ക് പറഞ്ഞ് ബിൽ നൽകിയിരുന്നു. വിദേശ സഹായം കേരളത്തിന് ലഭിക്കുന്നത് കേന്ദ്രം തടഞ്ഞതും ഏറെ വിവാദമായിരുന്നു. പ്രളയ ദുരിതാശ്വാസത്തിനായി സ്വന്തം നിലയ്ക്ക് വിഭവസമാഹരണം നടത്തുന്ന കേരളത്തിന് വൻ ബാധ്യതയുണ്ടാക്കുന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ബില്ലുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോടിയേരിക്കെതിരായ NSSന്റെ പരാമർശത്തിന് വൈക്കം വിഷന്റെ മറുപടി. എന്നും പുരോഗമനപരമായ നിലപാടാണ് NSS സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ശബരിമല വിഷയത്തിൽ NSSന്റെ വിരുദ്ധ നിലപാട് എന്തുകൊണ്ടെന്നറിയില്ല. NSS അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിന് അവർക്ക് അവകാശമുണ്ട്. എന്നാൽ സർക്കാർ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുകയാണ് ചെയ്യുന്നതെന്നും വൈക്കം വിഷൻ കോട്ടയത്ത് പറഞ്ഞു. മനുഷ്യനനുകൂലമായി, ജനങ്ങൾക്കനുകൂലമായി, പുരോഗമനാത്മകമായി ചിന്തിക്കണം. NSS അങ്ങനെയാണ്.
ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് അറിയില്ല. NSS എന്തോ അങ്ങനെ ഒരു സമീപനം എടുത്തു, വളരെ ശക്തിയായിട്ട് അതിൻ്റെ അഭിപ്രായം അവർ പറയുന്നുണ്ട്. അതേസമയത്ത് ശരിയായ ഒരു നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകണം. NSSനെ പ്രതിനിധീകരിക്കുന്ന ജനവിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പോകാൻ കഴിയും. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ 1.5 വർഷത്തോളം പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് MO ജോർജ് പോലീസിൽ കീഴടങ്ങി. മുൻ DCC ജനറൽ സെക്രട്ടറിയും ബത്തേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ജോർജിന്റെ പേരിൽ പോക്സോ, ബലാത്സംഗം, ആദിവാസി പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. ഒളിവിലായിരുന്ന ജോർജ് മാനന്തവാടി DYSPക്ക് മുന്നിലാണ് കീഴടങ്ങിയത്. പണിയ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ജോർജ് ബലപ്രയോഗത്തിലൂടെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. ഇയാൾ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോണിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കിടപ്പുമുറിയിലും കാപ്പിത്തോട്ടത്തിലും ലൈംഗികമായി പീഡിപ്പിച്ചതായും പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈന് പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തായത്. കവി കുരീപ്പുഴ ശ്രീകുമാറിന് നേരെ സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് കുരീപ്പുഴയുടെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, കുരീപ്പുഴയ്ക്ക് നേരെ വീണ്ടും സംഘപരിവാർ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മറ്റ് വിവരങ്ങൾ കൂടി. തൃശൂരിൽ സാഹിത്യ അക്കാദമിയുടെ പരിപാടിയിൽ സംഘപരിവാറിനെ സംബന്ധിച്ചും സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും മതനിരപേക്ഷതയെ കുറിച്ച് അദ്ദേഹം വാചാലമായി സംസാരിച്ചിരുന്നു. ഇതാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചത്. തുടർന്ന് കഴിഞ്ഞ ഈ ദിവസങ്ങളൊക്കെ തന്നെ ഇന്ന് രാവിലെയും ഇന്നലെയും വൈകുന്നേരം മുതൽ തന്നെ ഫേസ്ബുക്കിൽ കുരീപ്പുഴ ശ്രീകുമാറിനെ വ്യാപകമായി സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്ന് ആക്ഷേപവും അസഭ്യവർഷവും ഭീഷണിയും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് അപ്പോൾ തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് ഇപ്പോൾ വൈകിട്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് BJP പ്രവർത്തകർ പ്രകടനം നടത്തി. ആ പ്രകടനം പോലീസ് വീടിന് സമീപത്ത് വെച്ച് തടയുകയും ചെയ്തു. ഇത് തുടർന്നാൽ ഇനി കുരീപ്പുഴ ശ്രീകുമാറിനെ ആ പ്രദേശത്ത് തന്നെ, ഈ കേരളത്തിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് BJP പ്രവർത്തകർ നൽകുകയായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് അദ്ദേഹത്തിന്റെ വസതിക്ക് ഇപ്പോൾ കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പോലീസ് ആരുടെയെങ്കിലും പേരിൽ കേസെടുക്കുകയോ അറസ്റ്റ് നടത്തുകയോ അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതേസമയം കുരീപ്പുഴ ശ്രീകുമാർ രേഖാമൂലം തന്നെ പോലീസിന് പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരാതി കിട്ടുന്ന മുറയ്ക്ക് ഈ IT സെൽ വഴി പോലീസ്, സൈബർ സെൽ വഴി പോലീസ് ഇതിനെതിരെ അന്വേഷണം നടത്തുകയും കേസെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കവി കുരീപ്പുഴ ശ്രീകുമാറിന് നേരെ സംഘപരിവാർ ഭീഷണി, വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വിപുലീകരിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സമിതി വിപുലീകരിക്കുന്നത്. പുതുതായി ക്ഷണം സ്വീകരിച്ചെത്തിയ ഇസ്ലാം ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ വിപുലീകരണ യോഗമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്നത്. മാർച്ച് 10 മുതൽ 15 വരെ സംസ്ഥാനത്ത് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുവാനും ഇനിയും സമിതിയിലേക്ക് വരണമെന്നുള്ളവരെ സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്നും നിലനിൽക്കണമെന്നും രാഷ്ട്രീയം മുന്നിൽ കണ്ടല്ല നവോത്ഥാന മൂല്യം സംരക്ഷിക്കാനാണ് സമിതി നിലനിൽക്കുന്നതെന്നും സമിതി ചെയർമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സംഘടനകൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തി പാരമ്പര്യമുള്ള പ്രഗത്ഭരായ ഹിന്ദുക്ക വിഭാഗത്തിൽപ്പെടാത്ത പലരും ഇന്നത്തില്ല എന്നൊരു ആക്ഷേപം പൊതുമധ്യത്തിലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദര സമുദായങ്ങളുമായി, സമുദായ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്ത് മുസ്ലിം സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും പ്രഗത്ഭരായ മതപണ്ഡിതന്മാരും ബിഷപ്പ് തിരുമേനിമാരും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മ ഇന്നുണ്ടായി. നവകേരളം നവോത്ഥാന മൂല്യങ്ങളിൽ ഉൾപ്പെടുത്തി എന്നതാണ് സമിതിയുടെ മുദ്രാവാക്യം. ഇതിനായി സർക്കാരിനൊപ്പം നിൽക്കും. ഈ മാസം 11-ന് വീണ്ടും യോഗം ചേരുമെന്നും സമിതി കൺവീനർ പുന്നല ശ്രീകുമാർ അറിയിച്ചു. ഇതിലൊരു രാഷ്ട്രീയ മാനം കാണേണ്ടതില്ല. കാരണം ഞങ്ങൾ കുറെ നാളുകളായി നടത്തി വരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണിത്. ആ ഘട്ടത്തിലൊരു തെരഞ്ഞെടുപ്പ് വന്നതേ ഉള്ളൂ. അതിന് വേറൊരു പരിവേഷം കാണേണ്ട കാര്യമില്ല. നിലവിലെ 9 അംഗ സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുതിയതായി എത്തിയവരെ കൂടി പരിഗണിച്ച് വിപുലീകരിക്കുന്ന കാര്യം 11-ന് ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ 2ആയി വലിച്ചു കീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒരു ഭാഗം ഡൽഹിയിലേക്കും അയക്കണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ വിവാദ പരാമർശം. തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് സ്റ്റേഷന് മുൻപിൽ തടിച്ചുകൂടിയവർ കൂക്കി വിളിച്ചു.
രാവിലെ 9 മണിയോടെയാണ് അഭിഭാഷകനൊപ്പം കൊല്ലം തുളസി ചവറ CI ചന്ദ്രദാസിന് മുന്നിൽ ഹാജരായത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി നീണ്ടകര ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്റ്റുഡിയോയിൽ കൊല്ലം തുളസിയുടെ ശബ്ദരേഖ റെക്കോർഡ് ചെയ്യുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയ കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള നയിച്ച ശബരിമല സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകാനായി ചവറയിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് കൊല്ലം തുളസി സ്ത്രീ സമൂഹത്തിന് അപമാനകരമായ രീതിയിൽ പ്രസംഗം നടത്തിയത്. ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചു കീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒരു ഭാഗം ഡൽഹിയിലേക്കും അയക്കണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ പരാമർശം. കൊല്ലം തുളസിക്കെതിരെ DYFI ചവറ ബ്ലോക്ക് കമ്മിറ്റിയാണ് പോലീസിൽ പരാതി നൽകിയത്. കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി എത്രയും വേഗം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്.